ഹായ്, നമസ്കാരം. തേർഡ് സെമസ്റ്ററിൻ്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, തേർഡ് സെമസ്റ്റർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സബ്സിഡറി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്പർ സിസ്റ്റം. നമ്മൾ പലപ്പോഴുമായിട്ടും പല ക്ലാസ്സുകളിലായിട്ടും നമ്മൾ പഠിക്കുന്നൊരു ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. സോ നമ്മളിവിടെ അത് ടച്ച് ചെയ്യുന്നില്ല. സോ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് ലോജിക് സർക്യൂട്ട്സ് ബേസിക്കലി. ഓക്കെ, ലോജിക് സർക്യൂട്ട്സ്. സോ നമ്മൾ കുറച്ചും കൂടെ കോർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിലേക്ക് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പണൻറ്റ് ഈ ഒരു പോർഷനിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു മൊഡ്യൂളിലാണ്, അതായത് സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, തേർഡ് മൊഡ്യൂൾ, ഈ ഒരു സെമസ്റ്ററിലെ തേർഡ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, സോ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. ഓക്കെ, സോ ഇത് പറയുമ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ നമ്പർ സിസ്റ്റം നമ്മൾ നോക്കിയിരുന്നു മുമ്പ്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ്. സോ ഞാൻ ഡയറക്റ്റ്ലി ലോജിക് സർക്യൂട്ട്സിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അപ്പോൾ ഞാനീ പറഞ്ഞ കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ക്ലിയർ. സോ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ലോജിക് സർക്യൂട്ട്സ് ആർ ഓഫ് ടു ടൈപ്സ്. ക്ലിയർ? കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. സോ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, സോ ബേസിക്കലി വാട്ട് ആർ ലോജിക് സർക്യൂട്ട്സ്? സോ നമ്മൾ അറിയാം, ലോജിക് ഗേറ്റ്സ് നമ്മൾ നോക്കിയിരുന്നു അല്ലേ? ലോജിക് ഗേറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് നമ്മൾ നോക്കിയിരുന്നു. ഞാൻ ക്വിക്കായിട്ടൊരു അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ദർ ആർ ബേസിക്കലി 6 ടൈപ്സ്. ഓക്കെ, അതായത് ആൻഡ്, സോ വിച്ച് ഈസ് ലൈക്ക് യു ഹാവ്, അതിൻ്റെ സിമ്പിൾ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ വളരെ ക്വിക്കായിട്ടാണ് പോകുന്നത്. ഓർ you have the circuit board like this is OR gate. Okay, then not, the symbol is like this. Okay, ഞാൻ ട്രൂത്ത് ടേബിളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. സോ ദാറ്റ്സ് യുവർ അസൈൻമെൻറ്റ് ടു ജസ്റ്റ് ഡു എ റിവിഷൻ. ക്ലിയർ? പിന്നെ ഇതിൻ്റെ നിഗേഷൻ, അതായത് പിന്നെ NAND, which is like you have an inverter here. Okay, this is round. Then NOR, so you again have an inverter kind of thing. Okay, then you have XOR, so special kind of gate. So ഇത്രയും ബേസിക് ലോജിക് ഗേറ്റ്സ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു കാര്യം. സോ ഇതാണ് ബേസിക് ലോജിക് ഐഡിയാസ്, അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി ലോജിക് ഗേറ്റ്സ് എന്തിനാന്നുള്ളതിലേക്കാണ് നമ്മൾ കൂടുതൽ കടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ആപ്ലിക്കേഷൻസും പോസിബിളാണ്. ക്ലിയർ? ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എലക്ഷൻ ബൂത്ത് ഇപ്പോൾ ഒരുവിധം എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ എലക്ഷൻ ബൂത്ത് ഒന്ന് ഇമാജിൻ ചെയ്യുക. സോ അവിടെ നമ്മുടെ വോട്ടിംഗ് മെഷീൻ, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നൊരു സാധനമാണ്, അവിടെ നമ്മുടെ വോട്ടിംഗ് മെഷീൻ. സോ ഈ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ദി പോളിംഗ് ഓഫീസർ ഒരു എനേബിൾ ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, സോ ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് എൻ ആൻഡ് ഗേറ്റ്, നമുക്ക് അങ്ങനെ കാണാം. അതായത് ദിസ് ഈസ് പോളിംഗ് ഓഫീസർ. ഓക്കെ, ഇൻപുട്ട് ഫ്രം പോളിംഗ് ഓഫീസർ, ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട് ഫ്രം ദി വോട്ടർ. നമ്മൾ ആരാണോ വോട്ട് ചെയ്യുന്നത്? വോട്ടർ. സോ ഈ വോട്ടറിൻ്റെയും പോളിംഗ് ഓഫീസറിൻ്റെയും ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താവുള്ളൂ, പോള് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. വെരി സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, അവിടെ പോള് സോ എന്ത് ഗേറ്റ് ആയിരിക്കും നമുക്കിവിടെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഇൻപുട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ പോള് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. സോ യു ഷുഡ് യൂസ് ആൻഡ് ഗേറ്റ് ഫോർ ദാറ്റ് അല്ലേ? ശരിയല്ലേ? പോളിംഗ് ഓഫീസറിൻ്റെ ഒരു എനേബിൾ. സോ പോളിംഗ് ഓഫീസർ വിൽ എനേബിൾ ദി സിസ്റ്റം സോ ദാറ്റ് യു രജിസ്റ്റർ യുവർ വോട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ഇൻപുട്ട് വരേണ്ടത് വോട്ടറിൻ്റെ ആണ്. ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വാലിഡ്
വോട്ട് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. സോ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ പോളിംഗ് ബൂത്ത്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. എക്സാക്ട്ലി ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു ലോജിക് അപ്ലിക്കേഷനാണ് അവിടെ നടക്കുന്നത്. സോ ഞാൻ റിയൽ ലൈഫിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ക്ലിയർ? സോ ഇതേപോലെ എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് യു ക്യാൻ ഗെറ്റ്. ലൈക്ക് ദ കോമ്പിനേഷൻ ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഈസ് ഇപ്പോൾ നമ്മളതിന് മിക്സ്ഡ് സിഗ്നൽ സർക്യൂട്ട്സ് എന്ന് പറയാം. അതായത് അനലോഗ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് മിക്സ്ഡ് സിഗ്നൽ സർക്യൂട്ട്സ്. ഇത് രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സ്. ലൈക്ക് യു ഗെറ്റ് സം ഔട്ട്പുട്ട് ഫ്രം അനലോഗ് സർക്യൂട്ട്. അതിൻ്റെ ത്രെഷോൾഡ് എവിടെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിജിറ്റൽ ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് എ ക്ലിയർ കട്ട് ഔട്ട്പുട്ട് ലൈക്ക് ഐദർ യെസ് ഓർ നോ, വി യൂസ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എസ്പെഷ്യലി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഗേറ്റ്സ്, ഓരോ ഗേറ്റ്സും ഓരോ ബ്രെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് you take from the market and put it in your circuit. അല്ലെങ്കിൽ ഷെൽഫിൽ നിന്ന് ഓരോ ഗേറ്റ് എടുത്ത് നിങ്ങളുടെ സർക്യൂട്ടിലേക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ, എനി ആപ്ലിക്കേഷൻ യു ക്യാൻ ബി സെർവ്ഡ് വിത്ത്. ഓക്കെ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഗേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ, ഇന്ന് ഒരുപാട് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഡിജിറ്റൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോസിബിൾ ആണ്. അല്ലെങ്കിൽ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഇൻ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, സോ ഞാൻ കൂടുതൽ ബേസിക്സിലേക്ക് പോകുന്നില്ല, കാരണം ദാറ്റ് വാസ് കവേർഡ് ഇൻ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ ടുവേർഡ്സ് ദി എൻഡ് ഐ വിൽ ജസ്റ്റ് അഗെയിൻ ബ്രഷ് അപ്പ് ദാറ്റ്, ബട്ട് നോട്ട് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. സോ ഇന്നത്തെ സെഷൻ്റെ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിസ്കഷൻ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിലേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ലോജിക് സർക്യൂട്ട്സിലേക്കാണ്. ഈ കോമ്പിനേഷനിലേക്ക് വരാം, ലോജിക് സർക്യൂട്ട്സിലേക്കാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ്, ലൈക്ക് ഹൗ ആർ വി ആക്ച്വലി അപ്ലൈയിങ് എ സർക്യൂട്ടറി ഐഡിയ ടു എൻ ആപ്ലിക്കേഷൻ. ഒരു ലോജിക് ഐഡിയ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാനീ പറഞ്ഞു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് ഇനി ഇപ്പോൾ ലോജിക്കായി. ഇനി ലോജിക് സർക്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ, in combination of these gates will form a logic circuit. ഓക്കെ, ഈ ഗേറ്റുകളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടുണ്ടാവുന്ന സർക്യൂട്ട്സ് ആർ നോൺ ആസ് ലോജിക് സർക്യൂട്ട്സ്. സോ നത്തിങ് എൽസ് വിൽ കം ഇൻ ബിറ്റ്വീൻ. ഇതല്ലാതെ വേറൊന്നും ഇടയ്ക്ക് കയറി വരില്ല. ഈ ഒരു ഗേറ്റുകളുടെ കോമ്പിനേഷനാണ്. അതിൽ തന്നെ ദീസ് ടു ഗേറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് ആ രണ്ട് ഗേറ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ബിക്കോസ് ദീസ് ടു ഗേറ്റ്സ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്. സോ ഈ പറയുന്ന ഏത് ഗേറ്റുകളും ഈ രണ്ട് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഐ കവേർഡ് ഇറ്റ് ഓൾറെഡി. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. ബട്ട് എനിവേ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ദീസ് ടു ഗേറ്റ്സ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ് സെർവ്സ് എ പർപ്പസ് ഓഫ് ഡൂയിങ് ദി ഫങ്ഷൻ ഓഫ് ഓൾ ദീസ് ഗേറ്റ്സ്. ഈ ഗേറ്റുകളുടെയൊക്കെ ഫങ്ഷൻസ് ഈ രണ്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. സോ ദേ ആർ നോൺ ആസ് ദീസ് ടു ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഓക്കെ, അപ്പോൾ ലോജിക് സർക്യൂട്ട്സ് എന്താണെന്ന് മനസ്സിലായി. ഇനിയാണ് നമ്മൾ കളത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് വേഴ്സസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. ഇതാണ് മൊഡ്യൂൾ 2ഉം 3ഉം ഡീൽ ചെയ്യുന്നത്. സോ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ലൈക്ക് നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് വീണ്ടും എടുത്തൊരു എക്സാമ്പിളാണ്. ഓക്കെ, നമ്മൾ ചായ ഉണ്ടാക്കുന്ന എങ്ങനെ, ഇറ്റ് ഹാസ് ഗോട്ട് എ സീക്വൻസ്, റൈറ്റ്? നമ്മൾ ലൈക്ക് ചായയ്ക്ക് വേണ്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു, അതിൽ വെള്ളം ഒഴിക്കുന്നു, വെള്ളം തിളയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചായപ്പൊടി ഇടുന്നത്, അല്ലേ? അത് കഴിഞ്ഞ് അത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഇതൊഴിക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് പാലൊഴിക്കുന്നത്. അത് ഇറ്റ് വേരീസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ അഡീഷണലി ഏലം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് എ സ്പെഷ്യൽ ടീ നമുക്കങ്ങനെ ചെയ്യാം. സോ ദാറ്റ് ഇസ് എ സീക്വൻസ് ടു ബി ഫോളോഡ് ടു മേക്ക് എ ടീ. സോ ദാറ്റ്സ് എ പർപ്പസ്. ആ ടീ എന്ന് പറഞ്ഞ സാധനമാണ് ഒരു പർപ്പസ്. സോ ആ പർപ്പസിലേക്ക് എത്താൻ യു ഷുഡ് ഫോളോ ദി സീക്വൻസ്, അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്ത് വെള്ളം ഒഴിക്കാൻ കഴിയില്ല. സോ ദാറ്റ് ഇസ് എ സീക്വൻസ് യു ഹാവ് ടു ഫോളോ. സോ ഒരു സീക്വൻഷ്യൽ ലോജിക്കാണ് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നത്. ഇനി കോമ്പിനേഷൻ്റെ കേസിലോ, നമ്മുടെ മുന്നിൽ കുറേ കടികൾ വന്നു. ഓക്കെ, കുറേ ലൈക്ക് പല തരത്തിലുള്ള കടികൾ. സോ വി വിൽ ടേക്ക് എനി കോമ്പിനേഷൻ ആൻഡ് ദ പർപ്പസ്, അവിടുത്തെ പർപ്പസ് എന്താ, ടു സാറ്റിസ്ഫൈ അവർ ടേസ്റ്റ്. നമ്മുടെ ടേസ്റ്റിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ പർപ്പസ്. അതിന് നമ്മൾ എന്ത് കോമ്പിനേഷൻ പരീക്ഷിക്കും അല്ലെങ്കിൽ പരീക്ഷിക്കാം.
ഓക്കെ. സോ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ആൻഡ് കോമ്പിനേഷണൽ, അവിടെ നമുക്കൊരു സീക്വൻഷ്യൽ, അതായത് ആദ്യം ഒരു പലഹാരത്തിൽ നിന്ന് തുടങ്ങി അങ്ങനെ അടുത്ത് പിന്നെ അവസാനത്തിലേക്ക് എത്താൻ ഉണ്ടാവില്ല, അപ്പോഴത്തേക്കും നമ്മളൊരു പരുവത്തിലായിട്ടുണ്ടാവും. സോ യു ഡോണ്ട് ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ എ സീക്വൻസ് ഫോർ ചായയും കടിയും തമ്മിലൊരു സീക്വൻസിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു സ്നാക്സും ചായയും തമ്മിലൊരു സീക്വൻസിൻ്റെ ആവശ്യമില്ല. സോ വാട്ട് യു നീഡ് ഈസ് you just take any snacks for instance, and then you have it along with the tea, അല്ലേ? സോ ദാറ്റ് ഇസ് എ and the combination, എല്ലാ കോമ്പിനേഷനും ഒരേപോലെ വർക്ക് ചെയ്തോളുന്നില്ല, അല്ലേ? അവിടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ്. സോ എല്ലാ കോമ്പിനേഷൻസും വർക്ക് ചെയ്തോളുന്നില്ല. സോ യു ഹാവ് ടു ട്രൈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ദാറ്റ് ആർ ഇൻ ഫ്രണ്ട് ഓഫ്, നിങ്ങളുടെ മുന്നിലുള്ള ചോയ്സുകളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ. സോ യു ഡോണ്ട് ഹാവ് ടു ഫോളോ എ സീക്വൻസ് ദെയർ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എക്സാക്ട്ലി സെയിം തിങ് ആണ് ഇവിടെ നടക്കുന്നത്. സോ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് വർക്ക്സ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ്. ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് അവിടെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യു ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു എ ഫൈനൽ ഔട്ട്പുട്ട്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ഔട്ട്പുട്ടിൽ മാത്രമാണ് നമ്മുടെ കണ്ണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടുന്നു, അടുത്ത സ്റ്റേജിലേക്ക് കിട്ടുന്നു, അതിനിടയ്ക്ക് വേറെയും പാരലൽ സ്റ്റേജസ് ഉണ്ടാവും, അവിടെ നിന്ന് കിട്ടുന്നു. സോ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസ്, എപ്പോൾ ഇൻപുട്ട് കിട്ടുന്നു അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? യു ഡോണ്ട് ഫോളോ എ സ്ട്രിക്റ്റ് സീക്വൻസ്, ബട്ട് ഇൻ സം സർക്യൂട്ട്സ് യു ഹാവ് ടു ഫോളോ. അതായത് ചില സ്റ്റേജസ് ഉണ്ടാവും, ഐ മീൻ ലൈക്ക് ഡിഫൈൻഡ് സ്റ്റേജസ് ഉണ്ടാവും. സോ ഈ സ്റ്റേജസിലൂടെ കടന്നുപോയാൽ മാത്രമാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദേ ആർ നോൺ ആസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. ക്ലിയർ? സോ ദീസ് ആർ ദ ടു ടൈപ്സ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും മനസ്സിലാക്കണം. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ദ കോർ ഓഫ് ദീസ് 2 modules, ദ മെയിൻ 2 modules ഇൻ ദിസ് സെമസ്റ്റർ. ഓക്കെ. സോ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൽ തന്നെ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് ആർ പോസിബിൾ. അതിലേക്ക് ഞാൻ കടക്കാം. അതേപോലെ തന്നെ സീക്വൻഷ്യൽ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആർ ദർ. അതിലേക്കും നമുക്ക് ആ ഒരു മൊഡ്യൂൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ബട്ട് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് വാട്ട് ആർ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. സോ ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? ഇനി നമ്മൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവുകയാണ്. അതായത് അനാലിസിസ് ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. അതായത് എങ്ങനെയാണ് നമ്മളൊരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിനെ വിശകലനം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈ മൊഡ്യൂളിൽ. ഓക്കെ. അതായത് പിന്നെ പല രീതിയിലുള്ള കോമ്പിനേഷണൽ സർക്യൂട്ട്സും പോസിബിളാണ്. അതിൽ ബേസിക്സ് ആയിട്ടുള്ള 2-3 എക്സാമ്പിൾസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സം ബേസിക് എക്സാമ്പിൾസ് ഫോർ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. ക്ലിയർ? ഓക്കെ. സോ അതിൽ okay, so this is an example of combinational logic circuit. So you have an OR gate, you have an AND gate, NOT gate and again an AND gate. So ഇതിൻ്റെ ഒരു ആകമൊത്തം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ആൻഡ് യു ഹാവ് 3 ഇൻപുട്ട്സ് ആൻഡ് 1 ഔട്ട്പുട്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട്, സോ യു ഹാവ് an output here. So say you name the output as y. Okay, you are getting an output here. Clear? So y എന്ന് പറയുന്ന ഔട്ട്പുട്ട് is dependent upon the working of this all the 4 gates. ഈ 4 ഗേറ്റ്സിൻ്റെയും വർക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് y എന്ന ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഇത് പറയേണ്ട കാര്യമില്ല ആദ്യം ഓർ വർക്ക് ചെയ്യണം, പിന്നെ ആൻഡ് വർക്ക് ചെയ്യണം, പിന്നെ നോട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമില്ല. സോ വെൻ എവർ യു ഹാവ് ദ ഇൻപുട്ട് ഫോർ നോട്ട് ഗേറ്റ്, അത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നോട്ടിൻ്റെ ഔട്ട്പുട്ട് ഇസ് നത്തിങ് ബട്ട് ഇൻവേർഷൻ. ഓക്കെ, അതേപോലെ ആൻഡ് ഗേറ്റിലേക്ക് എപ്പോൾ ഇൻപുട്ട് കിട്ടുന്നോ അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതേ സമയത്ത് തന്നെ അവിടെ ഓർ ഗേറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും the combination of all these gates will produce an output y. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ഫോളോ, അതായത് ഓർ ആൻഡ് നോട്ട് ആൻഡ് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട് y. അതാണ് ഉദ്ദേശിക്കുന്നത് വിത്ത് ദീസ് ഇൻപുട്ട്സ് ഹിയർ എ ബി സി. ഓക്കെ, ഇനി കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് a little bit complex combinational logic circuit.
ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സർക്യൂട്ട്സ്. ഓക്കെ, അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഗേറ്റ്സ് ആൻഡ് യു ഹാവ് ഔട്ട്പുട്ട്സ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഔട്ട്പുട്ട്സ്. സോ ഈ ഔട്ട്പുട്ട്സ് ഒരിക്കലും ഒരു പ്രത്യേക പാറ്റേണിൽ വർക്ക് ചെയ്താൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ഗേറ്റ്സ്, ദ വർക്കിംഗ് കോമ്പിനേഷൻ ഓഫ് ദീസ് ഗേറ്റ്സ് അക്കോർഡിംഗ് വിത്ത് ദി ഇൻപുട്ട്. ഓക്കെ, 4 ഇൻപുട്ട് ഇവിടെ ഉണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതിനാണ് നമ്മൾ ഇൻ ടോട്ടൽ വി കോൾ ദിസ് ആസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ.